എല്ലാവർക്കും സൺഡേ ടെക് ടൈമിന് സ്വാഗതം. ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ 64ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് റിയൽമി 14 Pro Plusന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിന് പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല എനിക്ക് കേട്ടോ. സോ ഈ വീക്കിൽ എന്തായാലും അത് അപ്ലോഡ് ചെയ്യാം. വേറെ എന്താ, അധികം വലിച്ചു നീട്ടുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത്. Vivo X200 സീരീസ് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് അവിടെ X200 Pro Mini എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി ഉണ്ടായിരുന്നു. ആ ഒരു മോഡൽ ചൈന വിട്ട് പുറത്തോട്ട് വരില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലോട്ടൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിലോട് കൂടിയിട്ട് Vivo X200 Pro Mini എന്ന് പറയുന്ന ആ ഒരു കോമ്പാക്ട് ഫോൺ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആവും എന്നുള്ളതാണ് കേൾക്കുന്നത്. ആ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് Vivo X200 Pro എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ കിട്ടുന്ന അതേ ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. അതേപോലെ ഇതൊരു കോമ്പാക്ട് സൈസ് ഫോണാണെന്നുണ്ടെങ്കിൽ, ചെറിയ സൈസ് ഫോണാണെങ്കിൽ കൂടി 5700 mAh ബാറ്ററി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ ഞാനും ഇത് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു മോഡൽ കൂടി ആയിരുന്നു കേട്ടോ. സോ നമുക്ക് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലോട് കൂടിയിട്ട് Vivo X200 Pro Mini ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. റിയൽമിയുടെ സൈഡിൽ നിന്ന് P3 Pro എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ഈ മാസം 18-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയാണ് മെയിനായിട്ട് ഈ ഒരു ഫോൺ സെല് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ, ബാക്കി പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. എനിവേ ഈ ഒരു ഫോൺ മെയിൻലി അവർ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു ഫോൺ വരുന്ന പ്രൈസ് സെഗ്മെന്റിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ഫോൺ ഈ ഒരു റിയൽമി P3 Pro ആണെന്നാണ് അവർ പറയുന്നത്. എനിവേ ആ ഒരു പ്രൈസ് റേഞ്ച് ഏതാണെന്നുള്ളത് അറിയണമെങ്കിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ വേണ്ടി വരും. എന്തായാലും ഈ ഒരു ഫോണിന്റെ ക്യാമറ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ഒന്ന് ലീക്ക് ആയിട്ടുണ്ട്. ബാക്കി അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ അവർ അങ്ങനെ കവർ ചെയ്തിട്ടുള്ള രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലായിരിക്കും ഇതിന്റെ ക്യാമറ ഡിസൈൻ വരാനായിട്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിക്കുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവർ ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ മാസം 18-ാം തീയതി റിയൽമിയുടെ സൈഡിൽ നിന്ന് P3 Pro എന്ന് പറയുന്ന ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ന്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു Xiaomi 15 Ultra എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിലോട്ട് വരില്ല, അത് ചൈന എക്സ്ക്ലൂസീവ് ആയിരിക്കും എന്നുള്ളത്. അതങ്ങനെയല്ല. ഇന്ത്യൻ BAS സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലൊക്കെ ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു Xiaomi 15 എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം. അതെപ്പോൾ വരും എന്നുള്ള കാര്യത്തിൽ അതൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ മാസം ഫെബ്രുവരി മാസത്തിൽ തന്നെ ചൈനയിൽ ഈ Xiaomi 15 Ultra എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോണിയുടെ LYT900 എന്ന് പറയുന്ന 1-inch സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലൈക്ക കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഇതിൽ തന്നെ ലൈക്ക ക്യാമറകളുടെ ഡിസൈനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടൊരു മോഡൽ വരുന്നുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. സോ ഇതൊക്കെ ഇന്ത്യയിലോട്ട് വരുമില്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും Xiaomi 15 Ultra നമുക്ക് ഇന്ത്യക്കാർക്കും എക്സ്പെക്ട് ചെയ്യാം. അസ്യൂസിന്റെ സൈഡിൽ നിന്ന് ROG Phone 9 FE എന്ന് പറയുന്ന ഒരു മോഡൽ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലോട്ട് ഈ ഒരു ഫോൺ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവ് തന്നെയാണ്. എന്തായാലും സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. 6.78 ഇഞ്ച് വരുന്ന LTPO AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിയാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ഫോണാണ്. പക്ഷെ ഗെയിമിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് വരുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഈ ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അസ്യൂസ് ROG Phone 9 FE കഴിഞ്ഞ ആഴ്ച ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അസ്യൂസിന്റെ സൈഡിൽ നിന്ന് ZenFone 12 Ultra എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ ഫെബ്രുവരി 6-ാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ചിപ്സെറ്റ്, 6.78 ഇഞ്ച് വരുന്ന LTPO AMOLED ഡിസ്പ്ലേ, 5500 mAh ബാറ്ററിക്ക് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ റിയർ ക്യാമറയിൽ നമുക്ക് ഗിംബൽ സ്റ്റെബിലൈസേഷനും കൂടി കിട്ടും എന്നാണ് പറയുന്നത്. സോ നമ്മൾ എത്ര ഓടിയാലും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട്, ഫോട്ടോ ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ഫോണും ഇന്ത്യയിലോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. വരാതിരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. എന്തായാലും അസ്യൂസിന്റെ സൈഡിൽ നിന്ന് ZenFone 12 Ultra ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോണറിന്റെ സൈഡിൽ നിന്ന് X9Z എന്ന് പറയുന്ന ഒരു മോഡൽ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആമസോണിൽ ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സാക്ട് ലോഞ്ചിങ് ഡേറ്റ്, പ്രൈസ്, ബാക്കി സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഫോൺ അധികം വൈകാതെ വരും എന്നുള്ളൊരു ടീസർ ആമസോണിൽ കൊടുത്തിട്ടുണ്ട്. സോ ഹോണറിന്റെ സൈഡിൽ നിന്ന് X9Z എന്ന് പറയുന്ന ഫോൺ ഈ മാസം ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം.
ലെൻസ്കാർട്ട് എന്ന് പറയുന്ന കമ്പനീനെ കുറിച്ച് പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഐവെയറുകളാണ്, അതായത് കണ്ണടകൾ, ഫ്രെയിമുകൾ, പവർ ഗ്ലാസുകൾ, അതൊക്കെയാണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം അവർ ഓൺലൈൻ സെൻട്രിക് ആയിട്ടായിരുന്നു പ്രൊഡക്റ്റ് സെല് ചെയ്തിരുന്നത്. ഇപ്പോൾ ഓഫ്ലൈനിലും ഈവൻ തൃശ്ശൂർ അടക്കം 2 ഔട്ട്ലെറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ അവരുടെ സൈഡിൽ നിന്ന് ഫോണിക് സീരീസിൽ കുറച്ച് സ്മാർട്ട് ഐവെയറുകൾ വരുന്നുണ്ട്. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് കേൾക്കാനും വരുന്ന കോളുകൾ ആൻസർ ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മളുടെ സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അതുവഴി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4000 രൂപ മുതലാണ്. എന്ന് വെച്ച് 4000 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമെന്നല്ല, നമ്മൾ എടുക്കുന്ന ക്ലാസ്സിനനുസരിച്ച് അതിനൊക്കെ വ്യത്യാസം വരും. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ പ്രൈസാണ് 4000 രൂപ എന്ന് പറയുന്നത്. പല ഡിസൈനിലും കളർ വേരിയൻറ്റിലൊക്കെ അവൈലബിൾ ആണ്. സോ ലെൻസ്കാർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഫോണിക് സീരീസിൽ കുറച്ച് സ്മാർട്ട് ഐവെയറുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന IQ12R ഉണ്ടല്ലോ, അത് മാർച്ച് 11 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളത്. അങ്ങനെയല്ല, നമുക്ക് ഇനിയും 1 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ മാർച്ച് 11 IQ Neo 10R എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കാത്തിരുന്നാലും അതിനുള്ളൊരു വർത്തുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. പലരും പറയുന്നുണ്ട് 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. സോ കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എന്തായാലും മാർച്ച് 11 IQ Neo 10R ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ആപ്പിളിൻ്റെ സൈഡിൽ നിന്നുള്ള മിനി സീരീസുകൾ നിർത്തിയപ്പോഴാണ് ശരിക്കും കോമ്പാക്ട് സൈസിലുള്ള ഫോണുകൾക്ക് ആവശ്യക്കാർ കൂടിയതെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരുടെ സൈഡിൽ നിന്നും, ഈ ഷവമിയുടെ സൈഡിൽ നിന്ന് 15 എന്ന് പറയുന്ന അല്ലെങ്കിൽ 14 എന്ന് പറയുന്ന മോഡലൊക്കെ കോമ്പാക്ട് സൈസാണ്. സാംസങ്ങിൻ്റെ ഗാലക്സി S സീരീസിൽ വരുന്നതിൽ ഒരെണ്ണം കോമ്പാക്ട് സൈസാണ്. അതുകൂടാതെ വിവോ X200 Pro മിനി എന്ന് പറയുന്ന ഒരു മോഡലും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ OnePlusൻ്റെ സൈഡിൽ നിന്ന് OnePlus 13 മിനി എന്ന് പറയുന്ന മോഡൽ അധികം വൈകാതെ ഗ്ലോബലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ X200 Pro മിനിയുടെ കാര്യത്തിൽ കണ്ട പോലെ ഈ OnePlus 13 എങ്ങനെയാണോ സെയിം സ്പെക്ക് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതിൻ്റെ ഡിസ്പ്ലേ സൈസ്, ബാറ്ററിയുടെ സൈസും കുറച്ച് ചെറുതായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും, ക്യാമറ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അധികം വൈകാതെ OnePlusൻ്റെ സൈഡിൽ നിന്ന് 13 മിനി എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് ഫോൺ ഗ്ലോബലി എക്സ്പെക്ട് ചെയ്യാം. ഗൂഗിൾ പിക്സൽ 9a അടുത്ത മാസം, അതായത് മാർച്ച് 26 ഗ്ലോബലി ലോഞ്ച് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. കൺഫേംഡ് അല്ല കേട്ടോ, അതൊരു റൂമറാണ്. ആ ഒരു ഫോണിനോടൊപ്പം യൂട്യൂബ് പ്രീമിയത്തിൻ്റെയും അതുകൂടാതെ അവരുടെ Google Oneൻ്റെ സബ്സ്ക്രിപ്ഷനും ഫ്രീ ആയിട്ട് കിട്ടുമെന്നും കേൾക്കുന്നുണ്ട്. അത് എത്ര സമയത്തേക്കുള്ള, 1 ഇയർ ആണോ 6 മാസമാണോ അങ്ങനെ അറിയില്ല. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ കൂടെ ഒരു ഓഫറായിട്ട് ഈ പറയുന്ന പ്രീമിയം ഫീച്ചേഴ്സ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ അടുത്ത മാസം 26 ഗൂഗിൾ പിക്സൽ 9a ഗ്ലോബലി ലോഞ്ച് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വിവോയുടെ സൈഡിൽ നിന്ന് ഓഫ്ലൈൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ഒരു സീരീസാണ് V സീരീസ് എന്ന് പറയുന്നത്. V40 സീരീസുകൾ ഇറങ്ങിയിട്ട് ആകെ 6 മാസമേ ആവുന്നുള്ളൂ. ഇപ്പോൾ V50 എന്ന് പറയുന്ന അവരുടെ അടുത്ത മോഡൽ ഈ മാസം 17 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സൈസിൻ്റെ ക്യാമറ കൊളാബറേഷനിൽ തന്നെയാണ് വരുന്നത്. അതായത് റിയർ സൈഡിൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, അതുകൂടാതെ സെൽഫിയിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും വരുന്നുണ്ട്. ഈ 3 ക്യാമറകളിലും ഈ സീസിൻ്റെ എഞ്ചിനീയറിംഗ് തന്നെയാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഇത്തവണയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. V40 എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ ഒരു V50 വരുന്നത്. പിന്നെ പുതിയ കളർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിവേ ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 40,000 രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ്. എന്തായാലും ഈ മാസം 17 V50 എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മാർച്ച് 4 നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത് നത്തിങ് ഫോൺ 3a തന്നെയാണ് എന്നുള്ളൊരു കൺഫർമേഷൻ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിവേ മറ്റ് രാജ്യങ്ങളിലെ സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റുകളിലും ഈ പറയുന്ന നത്തിങ് ഫോൺ 3a തന്നെയാണ് എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. എനിവേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ഇതിൻ്റെ ഒരു ഇമേജ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ iPhone 16 സീരീസിൽ നമ്മൾ കണ്ട പോലെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ വരുന്നുണ്ട്. സോ അത് ക്യാമറ കൺട്രോൾ ആയിരിക്കുമോ മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും ഇത്തരത്തിലൊരു ഡെഡിക്കേറ്റഡ് ആക്ഷൻ ബട്ടണും കൂടി ഈ പറയുന്ന നത്തിങ് ഫോൺ 3a എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ അവരുണ്ടാക്കുന്ന ഒരു ഹൈപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ. സോ ഈ ഒരു ഫോണിലുള്ള ഹൈപ്പും ഇങ്ങനെ കൂടി വരുന്നുണ്ട്. എന്തായാലും മാർച്ച് 4 നത്തിങ് ഫോൺ 3a ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.